ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു എഗ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള കോഴിമുട്ട ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ. എന്നിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളിവിടെ 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായി വഴഞ്ഞ് കിട്ടും. ഒരു പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ നന്നായി വഴറ്റുക. ഇനി നമ്മളിതിലേക്ക് 2 ചെറിയ പച്ചമുളക് 4 എരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എരിവിന് വേണ്ടിയിട്ടാണ്. നമുക്കത് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ എരിവിനനുസരിച്ചാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി ചെറുതായി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് കാരണം വെളുത്തുള്ളി ഇല്ലാതെ നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചി മാത്രം ഇങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്വാദായിരിക്കും. കറിക്ക് പ്രത്യേകിച്ച് വേറൊരു രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ കടായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇളക്കാൻ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് തക്കാളി നല്ല സ്മാഷ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എസൻസൊക്കെ ആ കറിയിൽ പിടിച്ച് വേറൊരു രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ തക്കാളിയൊക്കെ കറിയിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന രീതിയിലുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് എല്ലാവരും കഴിക്കുകയൊന്നുമില്ല. അത് വലിച്ചെറിയും, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ബാക്കി മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഉപയോഗിക്കുകയുണ്ടെങ്കിൽ അതിൻ്റെ എസൻസ് അതിൽ കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രത്യേക വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരിവായിരിക്കും ഇതുണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ഏലക്ക പൊട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കറിക്ക് വേറൊരു നല്ലൊരു എസൻസ് ആയിരിക്കും. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അടുത്തത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ആ തക്കാളി ഇതിൽ ഉണ്ടെന്ന് തന്നെ അറിയണില്ല. അത് നല്ല സ്മാഷ് ചെയ്തിട്ട് അത് ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉള്ളിയുടെ പച്ചമണം പോകുന്ന വരെ, ഇട്ട മസാലയുടെ പച്ചമണം പോകുന്ന വരെ നന്നായി ഇളക്കണം കേട്ടോ. പോരാഞ്ഞത് ലോ ഫ്ലെയിമിലിടണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈസി ആയിട്ട് വഴഞ്ഞ് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കടായിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് അടി പിടിക്കാണ്ടേക്ക് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. കണ്ടില്ലേ. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തണുത്ത വെള്ളം, അത് ചൂടുവെള്ളം വേണമെന്നില്ല, തണുത്ത വെള്ളം തന്നെ. ഇനി നമ്മൾ
കുറച്ച് വെള്ളം ഒഴിക്കേണ്ടുള്ളൂ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി അത് എല്ലാം വെള്ളത്തിൽ പിടിക്കണം ആ മസാലയൊക്കെ. എന്നിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞ് ഒന്ന് ചെറിയ തള വരുന്ന സമയത്താണ് നമ്മൾ വേറെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. റോസ്റ്റ് ആയതുകൊണ്ട് അധികം നല്ല മുങ്ങിക്കിടക്കണ വെള്ളമൊന്നും വേണ്ട, നമുക്ക് ചെറിയ തോതിൽ മതി. ഇനി ഇത് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഈ സമയത്താണ് ഉപ്പുണ്ടോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണ ഇങ്ങനെ തിളഞ്ഞ് പൊന്തി വരുന്ന സമയം ആയിക്കഴിഞ്ഞ് ഇതിൻ്റെ പാകമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മുട്ട നന്നായിട്ട് പൊട്ടിച്ചിറങ്ങും, അത് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. മസാലയും ഇതെല്ലാം ഈ മുട്ടയിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഈ മസാലയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ മസാല ഇടുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കും ഇടേണ്ടത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.